ഹായ് ബിൻസി ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കുർത്തി സെറ്റിന്റെ കളക്ഷൻ ആണ്. 3 പീസ് സെറ്റ് ആണ്. ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റിന്റെ കളക്ഷൻ ആണ്. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനുള്ളതാണ് കേട്ടോ. ജോർജറ്റ് മെറ്റീരിയലിൽ വന്നിരിക്കുന്ന കുർത്തി സെറ്റ് ആണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ ഇന്നത്തെ ഓർഡേഴ്സ് നമ്മൾ വാട്സ്ആപ്പ് ത്രൂ തന്നെയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, സൈസും സ്ഥലവും കൂടി ഒരുമിച്ച് തന്നെ വെച്ചിട്ട് നമ്മുടെ താഴെ കാണിച്ചിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം. താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക് തന്നെ മെസ്സേജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. നമ്മുടെ ബാക്കി നമ്പേഴ്സിലേക്കൊക്കെ മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ മെസ്സേജ് വരുമ്പോഴേക്കും നമ്മൾ റിപ്ലൈ തരാനായിട്ട് കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ താഴെ തന്നിരിക്കുന്ന നമ്പേഴ്സിലേക്ക് തന്നെ മെസ്സേജ് ചെയ്യാനായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഗിവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും തന്നെ ഗിവ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ സമയങ്ങളായി നമുക്ക് കുർത്തീസ് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് കുർത്തി വന്നിരിക്കുന്നത് ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്നത് ഈ സെയിം പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഇത് വരുമ്പോൾ മെറ്റീരിയൽ ജോർജറ്റിലാണ് വന്നിരിക്കുന്നത്. 3 പീസ് സെറ്റ് ആണ്. ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് ആണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനായിട്ട് വന്നിരിക്കുന്നത്. കളർ വരുമ്പോഴത്തേക്കും നല്ലൊരു ഡാർക്ക് ഓണിയൻ പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന ഓണിയൻ പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു വീനെക്ക് പാറ്റേണിലാണ്. അതുപോലെ തന്നെ ഈ ഓപ്പോഷൻ നന്നായിട്ട് മെഷ് എംബ്രോയിഡറി ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഹാൻഡ് വർക്ക് അല്ല, മെഷ് എംബ്രോയിഡറി ആണ്. നല്ല ഭംഗിയുള്ള ത്രെഡ് ആണ്. ഒരു ലൈറ്റ് ഷെയ്ഡ് വരുന്ന ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള മെഷ് എംബ്രോയിഡറി ആണ്. ഓണിയൻ പിങ്കിന്റെയും അതുപോലെ തന്നെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡിന്റെയും കൂടി കളർ കോമ്പിനേഷനിൽ വരുന്ന ത്രെഡ് ആണ്. ചെറിയ കുഞ്ഞു സീക്വൻസ് വർക്കും കൂടി അതിനകത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വീനെക്ക് പാറ്റേണിൽ വന്നിട്ട് ഈ ഓപ്പോഷനിലും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോർഷനിൽ വന്നിരിക്കുന്ന ആ ഒരു വർക്ക് വന്നിരിക്കുന്നത് ഒരു ആലിയ കട്ട് പാറ്റേണിലാണ്. ഒരു റൗണ്ട് ഷേപ്പ്, ഒരു സെമി റാ പോലെ നിൽക്കുന്ന ഒരു പാറ്റേണിലാണ് ഈ ഒരു പോർഷനിൽ ആ വർക്ക് വന്നിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആണ്. ക്രേപ്പ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്ലീവ് 3/4 സ്ലീവ് വിതൗട്ട് ലൈനിങ് ആണ്. സ്ലീവിന്റെ എൽ പോർഷനിൽ ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട്. ക്ലോസ് വ്യൂ കാണിച്ചു തരാം. നല്ല ഡാർക്കായിട്ട് നിൽക്കുന്ന ഓണിയൻ പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. നെക്ക് വരുമ്പോൾ വീനെക്കാണ് വന്നിരിക്കുന്നത്. നെക്ക് ലൈനൊക്കെ ഫുള്ളായിട്ട് മെഷ് എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. ഇതുപോലെയാണ് കേട്ടോ. ഒരു ആലിയക്കട്ട് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഈ ഓപ്പോഷൻ ഇവിടുത്തെ ആ ഡിസൈൻ വന്നിരിക്കുന്നത് ഒരു ആലിയക്കട്ടിൻ്റെ ആ ഒരു കട്ടിങ് അതുപോലെയാണ്. അവിടെ കട്ടിങ് വരുന്നില്ല, ആ ഒരു വർക്ക് വന്നിരിക്കുന്നത് ആ ഒരു പാറ്റേണിലാണ്. താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആണ്. ക്രേപ്പ് ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സ്ലീവ് 3/4 ആണ് വന്നിരിക്കുന്നത്. സ്ലീവിന്റെ എൽ പോർഷനും സെയിം തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ഇതുപോലെയാണ്. അത്യാവശ്യം നല്ല ലെങ്ത്തിലുമാണ് ഈ കുർത്തി സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരു 47 ഇഞ്ചോളം ലെങ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ കുർത്തിക്ക്. 47.5 ആ ഒരു ലെങ്ത് ഒക്കെ ഈ കുർത്തിക്ക് വരുന്നുണ്ട്. ഇതിന്റെ കൂടെ നമ്മൾ പെയർ ചെയ്യുന്ന ബോട്ടം വരുന്നത് സാൻഡൂണിലാണ് വന്നിരിക്കുന്നത്. നോർമലി നമ്മളുടെ ഈ ജോർജറ്റ് മെറ്റീരിയലിന്റെ എല്ലാം കൂടെ വരുന്ന ബോട്ടം തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത്. വേസ്റ്റ് ലൈൻ എലാസ്റ്റിക് ആണ്. ഒരു ലൂസ് ഫിറ്റ് ആയിട്ട് നിൽക്കുന്ന ബോട്ടം ആണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. ഈ ഒരു ഇത്രയും തന്നെ ലെങ്ത് ഉണ്ട് കേട്ടോ. അതിന്റെ കൂടെ തന്നെ നമ്മൾ പെയർ ചെയ്യുന്ന ദുപ്പട്ട വരുമ്പോൾ ജോർജറ്റ് മെറ്റീരിയൽ തന്നെയാണ് ദുപ്പട്ടയും വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാൻ പാത്രം കേട്ടോ. 2.5 മീറ്റർ എന്ന ലെങ്ത് വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ദുപ്പട്ടയുടെ 2 സൈഡ്സും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. ഇൻസൈഡ് പോർഷനിൽ വരുമ്പോൾ കുഞ്ഞു ഫ്ലോറൽ ഡിസൈനും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് ഈ ദുപ്പട്ട വന്നിരിക്കുന്നത്. നമുക്ക് 1 സൈഡായിട്ടും 2 സൈഡായിട്ടും അതെല്ലാം നമുക്ക് തലയിൽ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പാകത്തിനായിട്ട് ദുപ്പട്ട വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞാൽ മീഡിയം, ലാർജ്, എക്സൽ, XXL ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 1150. അതും ഇൻസൈഡ് കേരള ഫ്രീ ഷിപ്പിംഗിലാണ് ചെയ്യുന്നത്. അടുത്ത കുർത്തി വന്നിട്ട് നമ്മൾ ആദ്യം കാണിച്ചത് തന്നെ കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത്. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. മെറ്റീരിയൽ ജോർജറ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. നെക്ക് വീനക്ക് തന്നെയാണ്. നെക്ക് ലൈനിലൊക്കെ നല്ല ഹെവി ആയിട്ട് വരുന്ന മെഷ് എംബ്രോയിഡറി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഓപ്പോഷനിലും ഒക്കെ സെയിം തന്നെ നല്ല ഭംഗിയായിട്ട് വരുന്ന മെഷ് എംബ്രോയിഡറിയാണ്. സിമ്പിൾ ആണ് എന്ന് നമുക്ക് നല്ല സ്റ്റൈലായിട്ട് തന്നെ ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ തന്നെ യൂസ് ചെയ്യാൻ പാത്രമുണ്ട് വന്നിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആണ്. കോട്ടൺ ലൈൻ ക്രേപ്പ് ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സ്ലീവ് 3/4 സ്ലീവ് വിതൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബോട്ടം വരുമ്പോൾ സെയിം തന്നെ സാൻഡൂൺ ബോട്ടം ആണ് വന്നിരിക്കുന്നത്. വേസ്റ്റ് ലൈനിൽ എലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് ബോട്ടം വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഗ്രീൻ എന്ന് പറയുമ്പോൾ തന്നെ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതുപോലെയാണ് കേട്ടോ. നമുക്ക് പാർട്ടി വെറൈറ്റി യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിന്റെ കൂടെ നമ്മൾ പെയർ ചെയ്ത ദുപ്പട്ടയാണെങ്കിലും നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല ലെങ്ത്തും 2.5 മീറ്റർ എന്ന ലെങ്ത് വരുന്ന ദുപ്പട്ടയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 2 സൈഡ്സിലും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസൈഡ് പോർഷനിൽ സ്പ്രെഡഡ് ആയിട്ട് വരുന്ന ഫ്ലോറൽ ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത്. അതും മെഷ് എംബ്രോയിഡറി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 2 സൈഡായിട്ടൊക്കെ ആണെങ്കിലും നമുക്ക് വെയർ ചെയ്യാൻ പാത്രമുണ്ട്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം, ലാർജ്, XXL, XXL ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 1150. അടുത്ത കളർ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ് ഈ കളർ കാണാനായിട്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡാർക്ക് കളേഴ്സും അതുപോലെ തന്നെ ഈ ഒരു പേസ്റ്റൽ ഷെയ്ഡും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാ കളേഴ്സും നല്ല ഭംഗിയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്തും ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. മെറ്റീരിയൽ ജോർജറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. നെക്ക് വീനക്കാണ് ഫുള്ളായിട്ട് മെഷ് എംബ്രോയിഡറി ചെയ്ത് തന്നെയാണ്. സ്ലിറ്റഡ് ആണ്. ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് 3/4 വിതൗട്ട് ലൈനിങ്ങിലാണ്. ദുപ്പട്ട വരുമ്പോഴത്തേക്കും 2.5 മീറ്റർ ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് കേട്ടോ. ബോട്ടം ആണെങ്കിലും സാൻഡൂണിലാണ് ബോട്ടം വന്നിരിക്കുന്നത്. ലൂസ് ഫിറ്റ് ആയിട്ട് നിൽക്കുന്ന ബോട്ടം ആണ് കേട്ടോ.
ഇതാണ്, ഇതുപോലെ വരും. നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഡിഫറെൻ്റ് ആയിട്ട് തന്നെ നിൽക്കുന്ന കളറിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞാൽ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 1150. അടുത്ത കുർത്തി വന്നിട്ട് ഇത് നമ്മൾ ആദ്യം കാണിച്ചത് തന്നെ കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത്. കളർ വരുമ്പോഴത്തേക്കും ഒരു പീകോക്ക് ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ബ്ലൂ ആണ്. ഇതിൻ്റെ അകത്തും ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. മെറ്റീരിയൽ ജോർജറ്റിലാണ് വന്നിരിക്കുന്നത്. നെക്ക് വീനൊക്കെ തന്നെയാണ്. യോക്ക് പോർഷനിലൊക്കെ നല്ല ഹെവി ആയിട്ട് തന്നെ വന്നിരിക്കുന്നത്. മെഷീൻ എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്ലീറ്റഡ് ആണ്. ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സാന്തൂൺ ബോട്ടം ആണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്യുന്നത്. ദുപ്പട്ട വരുമ്പോൾ സെയിം കളർ ടോണിൽ തന്നെയാണ് ദുപ്പട്ടയും വന്നിരിക്കുന്നത്. ദുപ്പട്ടയ്ക്കകത്തും മെഷീൻ എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട് കേട്ടോ. 2.5 മീറ്റർ ലെങ്ത്തിലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാൻ പാത്രമുണ്ട് വന്നിരിക്കുന്നത്. അതൊരു ബഡ്ജറ്റ് റേറ്റിൽ തന്നെയാണ്. 1150 മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നുള്ളൂ. നമ്മൾ മെറ്റീരിയൽ എടുത്ത് വർക്കെല്ലാം ചെയ്ത് വരുമ്പോൾ നമുക്ക് കൊടുക്കേണ്ട റേറ്റിൻ്റെ അത്ര പോലും ആവുന്നില്ല. നമ്മൾ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്ന റേറ്റിലാണ് ഈ ഒരു 3 പീസ് സെറ്റ് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നത് കേട്ടോ. അതും ഇൻസൈഡ് കേരളയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞാൽ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ ആണ്. റേറ്റ് 1150. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് സിംഗിൾ പാറ്റേണിൽ വരുന്ന കുർത്തീസ് കളക്ഷൻസ് ആണ് കേട്ടോ. അതും 3 പീസ് സെറ്റ് ആണ്. ജോർജറ്റിലാണ് വന്നിരുന്നത്. എല്ലാം നല്ല ഭംഗിയായിട്ട് വരുന്ന കളേഴ്സിലാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഡാർക്ക് ഷെയ്ഡ്സും ഉണ്ട്, അതുപോലെ തന്നെ പേസ്റ്റൽ കളേഴ്സും ഉണ്ട്. പിന്നെ കളറിൻ്റെ കാര്യം പറയുമ്പോൾ വീഡിയോയിൽ ചിലപ്പോൾ കുറച്ച് ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യും കേട്ടോ. നമ്മൾ നേരി കാണുമ്പോൾ അത്രയും ബ്രൈറ്റ്നസ് ഉണ്ടാവില്ല. ആ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വെക്കണേ. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം. ഇഷ്ടപ്പെട്ട ഐറ്റത്തിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, സൈസും സ്ഥലവും കൂടി ഒരുമിച്ച് തന്നെ മെസ്സേജ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ മെസ്സേജസിന് റിപ്ലൈ കിട്ടാൻ ലേറ്റ് ആവുന്നൊരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല, നമ്മൾ 6:30 വരെയാണ് നമ്മുടെ ഷോപ്പ് ടൈം വരുന്നത്. 6 o'clock 6:30 ആ ഒരു ടൈമിൽ നമ്മൾ മെസ്സേജസിന് റിപ്ലൈ അവിടെ ആ ഒരു ടൈം വരെയാണ് കൊടുക്കുന്നത്. അതിനുശേഷം വരുന്ന മെസ്സേജസൊക്കെ നമ്മൾ റിപ്ലൈ കൊടുക്കുന്നത് പിറ്റേ ദിവസം 10 o'clock കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിലാണ് ഈ മെസ്സേജസിന് റിപ്ലൈ കിട്ടാനായിട്ട് ലേറ്റ് ആവുന്നത്. ബാക്കി എല്ലാ മെസ്സേജസും നമ്മൾ ടൈമിൽ തന്നെ നോക്കി പോകുന്നുണ്ട്. അപ്പോൾ നൈറ്റ് ടൈമിൽ നമ്മൾ മെസ്സേജസിന് റിപ്ലൈ കൊടുക്കാറില്ല. നമ്മൾ പിറ്റേ ദിവസം മോർണിംഗിലാണ് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കണേ. കാരണം നമ്മൾ വീട്ടിൽ വന്നിരുന്നിട്ട് മെസ്സേജിന് റിപ്ലൈ തരുമ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ഐറ്റം ചിലപ്പോൾ കുറച്ച് നാൾ മുന്നത്തെ വീഡിയോയിലെ ഐറ്റം ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് ഷോപ്പിൽ മാത്രമേ അതിൻ്റെ ഡീറ്റെയിൽസേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് റിപ്ലൈ തരാൻ പറ്റാത്തത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്താണ് ബെല്ലൈക്കൺ പ്രസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. താങ്ക് യു.